പെരുമ്പാവൂർ നാടകശാലയിൽ 70-71 കാലഘട്ടത്തിൽ നമ്മൾ സഹകരിച്ചിരുന്ന കാലത്ത് കുതിരോട്ടപ്പവും മാളാരവിന്ദനും MS നമ്പൂതിരിയും നെല്ലിക്കോട് ഭാസ്കരനും കുട്ടിയെടുത്ത് വിലാസിനെയൊക്കെയായിരുന്നു അതിലെ പ്രധാന അഭിനേതാക്കൾ. ആ കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ ക്ലേശങ്ങളിലും കൂടി നമ്മൾ കടന്നുപോയി. നമുക്ക് രണ്ടുപേർക്ക് ഇടാൻ എനിക്ക് 2 ഷർട്ട്, നിനക്ക് 2 ഷർട്ട്. അപ്പോൾ നമ്മൾ ഈ 2 ഷർട്ട് ഓരോ ആഴ്ചയും വെച്ച് മാറും. 2 ആഴ്ച മാളയിൽ എൻ്റെ ഷർട്ട് ഇട്ടുകൊണ്ട് നീ നടക്കും, നിൻ്റെ ഷർട്ട് ഇട്ടുകൊണ്ട് ഞാനും നടക്കും. നിനക്ക് ആ കാര്യമൊക്കെ ഓർമ്മയുണ്ടോ? നമ്മൾ ആ ഷർട്ട് മാറിയിട്ടതും 4 ഷർട്ടിൻ്റെ ഒരു ഇഫക്റ്റിലാണ് ഞാൻ ജീവിച്ചത്. 4 ഷർട്ടിൻ്റെ ഇഫക്റ്റിലാണ് നീ മാളയിലും ജീവിച്ചത്. അതൊക്കെ നമുക്ക് മറക്കാൻ കഴിയില്ല. നീ അതൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. നീ അതൊക്കെ ഓർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് ഞാൻ പറഞ്ഞു, എന്നോടത്ത് ചോദിച്ചു, ചേട്ടൻ ഇപ്പോൾ സിനിമയിലൊക്കെ ആയില്ലേ, എങ്ങനെയാണ്, സുഖമല്ലേ, സാമ്പത്തികമായിട്ടൊക്കെ വലുതായില്ലേ? ഞാൻ പറഞ്ഞു, എൻ്റെ പഴയ കാലഘട്ടങ്ങളിലെ ദുഃഖങ്ങൾ ആലോചിച്ച് അയവറക്കുന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ സുഖം എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ പ്രസൻറ്റ് കണ്ടീഷനിൽ കാണുന്ന സുഖമല്ല എനിക്ക് വേണ്ടത്. ഈ വക കാര്യങ്ങൾ മോഹൻ, ശ്രീമൂലാര മോഹൻ എന്ന് പറയുന്ന കക്ഷിയാണ്, റൈറ്ററാണ്, ഉദ്യോഗസ്ഥനാണ്. ഇത് ശരിയാണ് പറഞ്ഞു, ഒരു അക്ഷരം പ്രതി ശരിയാണ്. ഞാൻ പറഞ്ഞ വാക്കിങ്ങനെ, എൻ്റെ പഴയ കാലഘട്ടങ്ങളിലെ ദുഃഖങ്ങൾ ആലോചിച്ച് അയവറക്കുന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ സുഖം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആരും പറയൂല. ഞാൻ മമ്മൂട്ടിയോട് സംസാരിച്ചു, പഴയകാലത്ത് സ്ഫോടനത്തിന് വന്നപ്പോഴുള്ള കഥകളൊക്കെ ഓർമ്മ ഉണ്ടാകാമെന്ന് ചോദിച്ചു. ഞങ്ങൾ ഇടാപോട ഫ്രണ്ട്സാണ്. അതൊക്കെ ഇപ്പോൾ എന്തിനാണ് ആലോചിക്കുന്നത്? ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ ആലോചിക്കുക. അതൊക്കെ ആലോചിച്ച് പറഞ്ഞ് മനസ്സ് മുണ്ടാക്കുന്നത് എന്തിനാണെന്നാണ്. എനിക്ക് പറ്റില്ല, അയാൾക്ക് പറ്റും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുക, തെറ്റായിട്ട് പറഞ്ഞതല്ല പുള്ളി, മനസ്സിലായി. എന്തിനാണ് ഓരോരുത്തരുടെ സ്വഭാവമാണ്. അതെ, എന്തിനാണ് താങ്കളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ എപ്പോഴും മനസ്സിലിട്ട് മന്നം ചെയ്യും. തീർച്ചയായിട്ടും പഴയതിലെ പല പല കാര്യങ്ങളും ഇങ്ങനെ ചകഞ്ഞെടുക്കുകയും മനസ്സിലേക്ക് വീണ്ടും ആവാഹിക്കുകയും ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള മുഹൂർത്തങ്ങൾക്ക് സാന്ദ്രത നൽകുന്നത് പാട്ടുകളാണ്. തീർച്ചയായിട്ടും നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ് താങ്കൾ, കലാകാരൻ. പാട്ടുകാരനല്ല, തരക്കേടില്ലാത്ത ഒരു തബലിസ്റ്റാണ്, അത്രേ ഉള്ളൂ. മോഹൻ ചേട്ടൻ്റെ അടുത്ത് നിന്ന് 2 ഷർട്ട് മേടിച്ചിട്ട് തന്നെ 2 ഷർട്ട് മോഹൻ ചേട്ടനെ കൊടുത്ത് താങ്കൾ പറഞ്ഞ പോലെ 6 മാസത്തെ പട്ടിണിയും പരിവട്ടവും ഒക്കെയായി ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തെ സ്മരിക്കാൻ വേണ്ടി ഏത് വരികൾക്കാണ് അതിനോട് നീതി പുലർത്താൻ പറ്റുക? എനിക്ക് സിനിമകളിലെ പാട്ടിൻ്റെ ഈ 2 വരി അറിയാം, അത്രേ ഉള്ളൂ. മതി, ഈ 2 വരി വെച്ച് പിടിച്ചു. ശ്രീമഹാദേവൻ തൻ്റെ ശ്രീപുള്ളോർക്കുടം കൊണ്ട് ഓമന ഉണ്ണീടെ നാവൊരു പാടുന്നൻ, ഓമന ഉണ്ണീടെ നാവൊരു പാടുന്നൻ. ശ്രീമഹാദേവൻ തൻ്റെ ശ്രീപുള്ളോർക്കുടം കൊണ്ട്, ബ്രഹ്മാനന്ദം പാടിയില്ല, നിർമാല്യം എന്ന് പറയുന്ന പടത്തിൽ. അങ്ങനെയൊക്കെയുള്ള ചില പഴയ പാട്ടുകളൊക്കെ ഇങ്ങനെ കിടക്കും. പിന്നെ ലേറ്റസ്റ്റ് പാട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നാടകഗാനമൊന്നും ഓർമ്മില്ല എനിക്ക്. അതൊരു ശോകഗാനമായിരുന്നു, കോമഡി ശോകഗാനം. നോക്കട്ടെ. സിനി തിയേറ്റേഴ്സിൽ ഞാൻ അഭിനയിക്കുമ്പോൾ പ്രേമഗാനം അല്ല, എന്താ പറയുക, പ്രേമ നൈരാശ്യം വന്നിട്ട് ആത്മഹത്യക്ക് ഒരുങ്ങുക. അപ്പോൾ ഒരു പാട്ട് പാടണം, ഹാ കഷ്ടം അന്തരംഗമേ അന്ത്യനിമിഷം അനർഘ നിമിഷം ആദ്യ പ്രണയപരാജയ നിമിഷം, ഹാ കഷ്ടം അന്തരംഗമേ. അകലേ അകലേ റെയിൽ പാളത്തിലൂടെ മലബാർ മെയിൽ വരുന്നു, എന്തിനോ മലബാർ മെയിൽ വരുന്നു, അതിൻ്റെ ശബ്ദം അപാര ശബ്ദം ആത്മഹത്യയ്ക്കു വിളിക്കുന്നു. ഇങ്ങനെ സാധനം ഒരു പാട്ടിൽ റെയിലിൽ തലവയ്ക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ.